ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. തുലാമാസത്തിലെ ആ ഒരു ഷഷ്ടി നമ്മൾ സ്കന്ധഷഷ്ടി വ്രതമായി ആചരിക്കുകയും അതിലൂടെ സുബ്രഹ്മണ്യ പ്രീതി, നമ്മുടെ ആഗ്രഹസാധ്യം, ലക്ഷ്യപൂർത്തീകരണം ഇതൊക്കെ തന്നെ നമ്മൾ ഭഗവാനിൽ നിന്ന് അനുഗ്രഹമായി നേടിയെടുക്കാറുണ്ട്. എന്നാൽ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മാസം തോറും വരുന്ന ആ ഒരു ഷഷ്ടി വ്രതം എങ്ങനെയാണ് ആചരിക്കുന്നത്, അത് ആചരിച്ചത് കൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ ഇതേക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും വരുന്നതാണ്. ആദ്യമായി മാസാമാസം വരുന്ന ഈ ഒരു ഷഷ്ടി വ്രതം ആരെല്ലാം ആചരിക്കണം, അല്ലെങ്കിൽ ആരെല്ലാം ഈ ഒരു വ്രതത്തെ അനുഷ്ഠിക്കണമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിലാദ്യമായിട്ട് മാസാമാസം മുടങ്ങാതെ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്ന ആർക്കും മാസഷഷ്ടി വ്രതം മുടങ്ങാതെ എടുക്കാവുന്നതാണ്. ഇനി സന്താന സൗഭാഗ്യം ഇല്ലാത്തവർക്ക് സൽസന്താനങ്ങൾ ജനിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു മാസ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പാടാണ്. നിത്യം നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഈ ദാരിദ്ര്യം ഒന്ന് നീങ്ങിപ്പോകണം. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കും മാസത്തിൽ വരുന്ന ഈ ഒരു ഷഷ്ടി വ്രതം മുടങ്ങാതെ ആചരിക്കാവുന്നതാണ്. കൊടിയ അസുഖങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവ അനുഭവിക്കുന്നവർക്ക് ദീർഘമായിട്ടുള്ള ആയുരാരോഗ്യം നേടുന്നതിനും മാസത്തിൽ വരുന്ന ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ബിസിനസ്സിലും തൊഴിലിലും അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവരാണ്, കാക്ഷിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അതിനുതകുന്ന അതീവ ശക്തിയാർന്ന ലളിതമായ ഒരു വ്രതാനുഷ്ഠാനമാണ് മാസത്തിൽ വരുന്ന ആ ഒരു ഷഷ്ടി വ്രതാചരണം. ഇനി നല്ല രീതിയിൽ പഠിക്കണം, അതുപോലെ തന്നെ പഠനം കൊണ്ട് നേട്ടം ഉണ്ടാകണം, അറിവ്, ബുദ്ധി ഇതൊക്കെ വർദ്ധിക്കണം. ഇങ്ങനെ ആഗ്രഹിക്കുന്നവർക്കും ആ ഒരു ഷഷ്ടി വ്രതം, മാസത്തിൽ വരുന്ന ഈ ഒരു ഷഷ്ടി വ്രതം ആചരിക്കാവുന്നതാണ്. ഇത് കൂടാതെ ഇനി നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹമുണ്ടോ ആ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു ഷഷ്ടി വ്രതം നിങ്ങൾക്ക് ആചരിക്കാവുന്നതാണ്. ഒരു മാസത്തില് പൊതുവിൽ 2 ഷഷ്ടികളാണ് വരുന്നത്. ഒന്ന് കറുത്ത പക്ഷത്തിലും മറ്റൊന്ന് വെളുത്ത പക്ഷത്തിലും. കറുത്ത വാവും വെളുത്ത വാവും കഴിഞ്ഞ് വരുന്നതായ 6ാമത് ദിവസമാണ് ഷഷ്ടി എന്ന് പറയുന്ന ഈ ഒരു വ്രതം നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. രോഗദുരിതങ്ങള്, കഷ്ടപ്പാടുകള്, ദാരിദ്ര്യം ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം, അല്ലെങ്കിൽ അത് ഇല്ലാണ്ടായി പോകണം എന്ന ആഗ്രഹത്തിന്മേലാണ് നമ്മൾ മാസഷഷ്ടി വ്രതം ആചരിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ ഒരു കറുത്ത പക്ഷത്തിൽ വരുന്ന ഷഷ്ടി വ്രതത്തോടുകൂടി നമ്മൾ മാസത്തിൽ എല്ലാ ഷഷ്ടി വ്രതവും പിടിച്ചു തുടങ്ങണം. ഇനി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വർദ്ധിക്കാനാണ് നമ്മൾ ഈ ഒരു ഷഷ്ടി വ്രതം പ്രത്യേകമായി ആചരിക്കുന്നത് എങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ സമ്പത്ത്, ബുദ്ധി, സൗഭാഗ്യങ്ങള്, ഐശ്വര്യം ഇതൊക്കെ അഭിവൃദ്ധിപ്പെടണമെന്ന ചിന്തയോട് കൂടിയിട്ടാണ് നമ്മൾ മാസഷഷ്ടി വ്രതം ഇരിക്കുന്നത് എങ്കിൽ ആ ഒരു വെളുത്ത പക്ഷത്തിലെ ഷഷ്ടി മുതൽ നമ്മൾ മാസഷഷ്ടി വ്രതം ആചരിച്ചു തുടങ്ങണം. ഇനിയിപ്പം നമുക്ക് സമ്പത്തും സൗഭാഗ്യങ്ങളൊന്നും വർദ്ധിക്കണ്ട, അല്ലെങ്കിൽ കൊടിയ രീതിയിലുള്ള അസുഖങ്ങളൊന്നും നമുക്ക് മാറാനില്ല, നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ ഈ ഒരു കൃഷ്ണപക്ഷമോ ശുക്ലപക്ഷമോ ഒന്നും നോക്കണ്ട, നമുക്ക് ഏറ്റവും അടുത്ത ആ ഒരു ഷഷ്ടി ഏതാണോ വരുന്നത് അന്ന് മുതൽ നമുക്ക് വ്രതം ആചരിച്ചു തുടങ്ങാം. ഇനി അടുത്തതായിട്ട് ഈ ഒരു ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ വ്രതം ആചരിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്, അതേക്കുറിച്ചാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ആ ഒരു ഷഷ്ടി വരുന്ന ദിനം സുബ്രഹ്മണ്യനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കണം എന്നുള്ളതാണ്. സൂര്യോദയത്തിന് മുൻപ് എഴുന്നേൽക്കണം എന്നുള്ളതാണ് ആ ഒരു വിധി പറയുന്നത്. അതേ തുടർന്ന് ദന്തശുദ്ധി വരുത്തി ശരീരശുദ്ധിക്കായിട്ട് നമ്മൾ കുളിച്ച് ശുഭകരമായ വസ്ത്രം ധരിക്കണം. നമ്മൾ ഏതൊരു വ്രതം അനുഷ്ഠിക്കാൻ ആരംഭിച്ചാലും ആ ഒരു വ്രതം കൊണ്ട് ഏത് ദേവനെയാണോ നമ്മൾ പ്രീതിപ്പെടുത്തുന്നത് ആ ദേവന്റെ സ്മരണയോടുകൂടി ആ ദേവനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ദിനം എഴുന്നേറ്റ് ഈ പറയുന്ന ദന്തശുദ്ധി വരുത്തി പ്രഭാതത്തിൽ തന്നെ കുളി കഴിച്ച് ശുദ്ധമായ വസ്ത്രം ധരിക്കണം. എല്ലാ വ്രതത്തിൻ്റെയും അടിസ്ഥാനം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കാര്യമാണ്. ഇനി ചിലർക്ക് ഈ അതിരാവിലെ എഴുന്നേറ്റ് കുളിക്കാനൊന്നും പറ്റില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ അസുഖങ്ങളോ ഒക്കെ വന്നു ഭവിക്കാം. അപ്പൊ കുളിക്കാൻ പ്രഭാതത്തിൽ പറ്റിയെന്ന് വരില്ല.
അങ്ങനെയുള്ളപ്പോൾ അവർക്ക് വ്രതം അനുഷ്ഠിക്കുവാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും സാധിക്കും. അത്തരം ആളുകൾക്ക് കൈകാൽ മുഖമൊക്കെ കഴുകി ശുദ്ധി വരുത്തിയാൽ മതിയാകും. ഇനി തുടർന്ന് നമ്മുടെ പൂജാമുറിയിൽ ആ ഒരു സുബ്രഹ്മണ്യ സ്വാമിയുടെ ചിത്രമോ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രതീകമായിട്ട് വേലോ അല്ലെങ്കിൽ മറ്റു ചില ആളുകളൊക്കെ ശിലകളൊക്കെ വെച്ച് ആരാധിക്കുന്നുണ്ട്. ചിലര് വിഗ്രഹങ്ങളെ കൊണ്ടായിരിക്കും ആരാധിക്കുന്നത്. അപ്പൊ എന്തായിരുന്നാലും നമ്മുടെ ആ ഒരു സുബ്രഹ്മണ്യന്റെ സ്വരൂപത്തെ ശുദ്ധമാക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ ചിത്രമൊക്കെ ആണെങ്കിൽ അതിനെ ഒന്ന് തുടച്ച് മുന്നേ നമ്മൾ തൊട്ടുവെച്ചതായ ആ ഒരു ചന്ദനം അല്ലെങ്കിൽ മഞ്ഞൾ, കുങ്കുമം ഇതെല്ലാം നമ്മൾ തുടച്ച് വൃത്തിയാക്കുക. ശേഷം അതിലേക്ക് നമ്മൾ പൂക്കൾ കൊണ്ട് അലങ്കാരം ചെയ്യണം. നിങ്ങളുടെ പറമ്പിൽ, നിങ്ങളുടെ തൊടിയിൽ നിങ്ങൾക്ക് ലഭ്യമായ ഏതൊരു നിറത്തിലുള്ള പൂവ്, പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പുഷ്പങ്ങളായിരിക്കണം, അത് നിങ്ങൾക്ക് സുബ്രഹ്മണ്യ ഭഗവാന് മുന്നിൽ സമർപ്പിക്കാവുന്നതാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് പൂക്കളൊന്നും കിട്ടിയില്ല, യാതൊരു ഭയവും വേണ്ട. ആ ഒരു മഞ്ഞൾ അല്ലെങ്കിൽ ചന്ദനം അത് ചാലിച്ച് ഭഗവാന്റെ നെറുകയിൽ ആ ഒരു തിലകം ചാർത്തി കൊടുക്കുക. ഒപ്പം തന്നെ അല്പം കുങ്കുമവും ഭഗവാന്റെ നെറ്റിയിൽ ചാർത്തി കൊടുക്കുക. നമ്മൾ പൂക്കൾ ചാർത്തുമ്പോഴും ഈ പറയുന്ന ആ ഒരു പൊട്ട് അല്ലെങ്കിൽ കളഭം ഭഗവാന് ചാർത്തി കൊടുക്കണം. നിങ്ങൾക്കിനി നേദ്യം വെക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ ഒരു ഗ്ലാസ് പാല് ചെറിയൊരു ഗ്ലാസ്സിൽ ഭഗവാന് നേദിച്ചു കൊടുക്കാം. പാല് വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാച്ചിയ പാല് വേണം സുബ്രഹ്മണ്യ സ്വാമിക്ക് നമ്മൾ സമർപ്പിക്കുവാൻ. അതിനോടൊപ്പം തന്നെ 1 or 2 വാഴപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം, അതുമല്ലെങ്കിൽ മറ്റ് നേദിക്കാൻ പാകത്തിനുള്ള പഴങ്ങൾ ഭഗവാന് നേദിക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ അടയ്ക്കയും വെറ്റയും സമർപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. ഇതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് സമർപ്പിക്കാം. നമ്മൾ ഈ പറഞ്ഞ നൈവേദ്യ വസ്തുക്കൾ, പഴങ്ങൾ ഇതൊന്നും നമുക്ക് ലഭ്യമല്ല എങ്കിൽ ആ ഒരു ഗ്ലാസ് പാല് മാത്രം വെച്ചു കൊടുത്താൽ മതി. ചില ഗൃഹങ്ങളിൽ ചിലപ്പോൾ പാലും ഉണ്ടാകില്ല. അത്തരം സന്ദർഭത്തിൽ ഒരു ഗ്ലാസ് ശുദ്ധമായ നീര് അല്ലെങ്കിൽ ആ ഒരു പച്ചവെള്ളം ഭഗവാന് പൂക്കളോടുകൂടി സമർപ്പിക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഗൃഹത്തിലെ ആ ഒരു പ്രധാന നിലവിളക്ക് കൊളുത്തി അതിനോടൊപ്പം തന്നെ സുബ്രഹ്മണ്യ ഭഗവാനെ സങ്കല്പിച്ച് ഒരു ദീപം കൂടി കൊളുത്തി ശേഷം തിരി കൊളുത്തി ഭഗവാനിലും നേദ്യവസ്തുക്കളിലുമെല്ലാം ഒഴിഞ്ഞ് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കണം. ഇത്രയും ചെയ്ത ശേഷം നമ്മുടെ കൈകൾ കൂപ്പി നമ്മുടെ ആഗ്രഹം എന്താണോ, നമ്മുടെ പ്രാർത്ഥന എന്താണോ, അത് ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഭഗവാനോട് നിങ്ങൾ മനസ്സ് തുറന്ന് പറയുക എന്നുള്ളതാണ്. ഇത് ഏത് രീതിയിലും നിങ്ങൾക്ക് ഭഗവാനോട് പറയാവുന്നതാണ്. ഈ വിധത്തിൽ നമുക്ക് ആ ഒരു മാസത്തിൽ വരുന്ന ഷഷ്ഠി വ്രതം ആരംഭിച്ചു തുടങ്ങാവുന്നതാണ്. പൊതുവിൽ എല്ലാ വ്രതങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഉപവാസമാണ്, അല്ലെങ്കിൽ പട്ടിണി ഇരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആ ഒരു പൊതുവായ ചടങ്ങ്. നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ആ ഒരു ഉപവാസം എങ്ങനെ വേണമെന്ന് നമുക്ക് തന്നെ നിശ്ചയിക്കാം. രോഗശയ്യയിലായിട്ടുള്ള ആളുകൾ, തീർത്തും ആരോഗ്യം ക്ഷയിച്ചിട്ടുള്ള ആളുകൾ, ഗർഭിണികൾ, അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് വളരെയധികം സമയമൊന്നും ആയിട്ടില്ലാത്ത സ്ത്രീകൾ ഒന്നും തന്നെ ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ടുള്ള വ്രതം അനുഷ്ഠിക്കാതിരിക്കുന്നതാണ് ഉത്തമം. നല്ല ശാരീരിക ക്ഷമതയും അതുപോലെ തന്നെ നല്ല ആരോഗ്യവും പൂർണ്ണമായി എനിക്ക് ഉപവസിക്കാൻ കഴിയും എന്ന ആ ഒരു മനസ്സിന് നിശ്ചയവും ബലവും ഉള്ളവർ മാത്രം പൂർണ്ണമായ ഉപവാസം ഈ ഒരു മാസ ഷഷ്ഠി വ്രതത്തിനോടനുബന്ധിച്ച് എടുത്താൽ മതിയാകും. ഈ ഒരു ഷഷ്ഠി വ്രതം എന്നല്ല, ഏതൊരു വ്രതം എടുത്താലും ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതുപോലെ അനുഷ്ഠിച്ചാൽ മതിയാകും. ഇനിയിപ്പോ പ്രഭാതത്തിൽ ഭക്ഷണം കഴിക്കാതെ മധ്യാഹ്നത്തിലും സായാഹ്നത്തിലും വളരെ ലൈറ്റായിട്ട് ഭക്ഷണം കഴിക്കാമോ, അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിക്കാം. ഇനി പ്രഭാതത്തിലും സായാഹ്നത്തിലും എനിക്ക് കഴിച്ചേ പറ്റൂ, മധ്യാഹ്നത്തിൽ ഒരു നേരം ഞാൻ ഭക്ഷണം കഴിക്കാതെ എനിക്ക് വ്രതം അനുഷ്ഠിക്കാമോ, തീർച്ചയായിട്ടും അങ്ങനെയും ചെയ്യാം. ഇനി പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും എനിക്ക് ഭക്ഷണം കഴിച്ചേ വെക്കൂ, വൈകുന്നേരം ഞാൻ കഴിക്കാതിരിക്കാം, അങ്ങനെയും ചെയ്യാം. നമുക്ക് എങ്ങനെയാണോ ആ ഒരു വ്രതം അനുഷ്ഠിക്കുവാൻ സാധിക്കുന്നത് ആ രീതിയിൽ നമുക്ക് ആ ഒരു വ്രതത്തെ അനുഷ്ഠിക്കാം. ഇതിലൊന്നും യാതൊരു തെറ്റുമില്ല. പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, അമിതമായ ഭക്ഷണം നമ്മൾ ആ ഒരു ദിവസം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മത്സ്യമാംസാദികൾ തീർത്തും ആ ഒരു ദിവസം നമ്മൾ വർജിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ആരോഗ്യസ്ഥിതിയെ കണക്കിലെടുത്ത് പൂർണ്ണമായ ഉപവാസമൊക്കെ പിടിച്ച് ശരീരത്തെ രോഗാവസ്ഥയിലേക്ക് ഒരു കാരണവശാലും തള്ളിവിടരുത്. ആ രീതിയിൽ പട്ടിണി പൂർണ്ണമായിട്ട് നിങ്ങൾ ഇരിക്കേണ്ടതില്ല. നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചുള്ള വ്രതം അനുഷ്ഠിച്ചാൽ മതിയാകും. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു ജീവജാലങ്ങൾക്കോ മറ്റു വ്യക്തികൾക്കോ ഒന്നും തന്നെ നമ്മിൽ നിന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ആ ഒരു ദിവസം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പൊതുവിൽ നമ്മളിപ്പോൾ ഒരു വ്രതത്തിലാണ് എങ്കിൽ
ആ ഒരു ദിനം മുഴുവൻ അല്ലെങ്കിൽ ആ ഒരു വ്രതം അനുഷ്ഠിക്കുന്ന സമയം മുഴുവൻ ആ ഒരു വ്രതം കൊണ്ട് നമ്മൾ ആരെയാണോ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആ ഒരു ദേവന്റെ സ്മരണ നമ്മിൽ നിലനിർത്തുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. പ്രഭാതത്തിലെ ഈ വിധം പൂജകളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഗൃഹത്തിനടുത്ത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉണ്ട് എങ്കിൽ നമുക്ക് രാവിലെയൊക്കെ ജോലിക്കൊക്കെ ചിലപ്പോൾ അത്യാവശ്യമായിട്ട് പോകേണ്ടി വരും. അത്തരം സന്ദർഭത്തിൽ നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള ആ ഒരു ക്ഷേത്രം ദർശിച്ചിട്ട് നിങ്ങളുടെ ജോലികളിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ല എങ്കിൽ വൈകുന്നേരം നിങ്ങൾക്ക് വീട്ടിൽ വന്ന് കുളിച്ച് നിങ്ങളുടെ ആ ഒരു ഗൃഹത്തിനടുത്തുള്ള ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ദർശനം ചെയ്യാവുന്നതാണ്. രാവിലെ എങ്ങനെയാണോ നമ്മൾ പൂജ കഴിച്ചത് അതുപോലെ വൈകുന്നേരവും നമുക്ക് ആ ഒരു പൂജയെ പൂർത്തീകരിക്കാവുന്നതാണ്, ആ ഒരു പൂജ ചെയ്യാവുന്നതാണ്. വൈകുന്നേരം നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ പൂ മേടിച്ച് ആ ഒരു ബിംബത്തിൽ ചാർത്താവുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു ചിത്രത്തിൽ നമുക്ക് ചാർത്താവുന്നതാണ്. സന്ധ്യയ്ക്കൊക്കെ അല്ലെങ്കിൽ നമുക്ക് ചുറ്റും തന്നെ പല ഗൃഹങ്ങളിലൊക്കെ പോയി പൂവ് ശേഖരിച്ചു കൊണ്ടുവന്ന് മാല കോർത്ത് സുബ്രഹ്മണ്യന് ചാർത്തി കൊടുക്കാവുന്നതുമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, രാവിലെ നമ്മൾ ആ ഒരു ഭഗവാന് ചാർത്തി കൊടുത്ത കുങ്കുമം അല്ലെങ്കിൽ ചന്ദനം ഇതൊന്നും തന്നെ നമ്മൾ നീക്കം ചെയ്യേണ്ടതില്ല. നീക്കം ചെയ്തു എന്നുള്ളത് കൊണ്ടും യാതൊരു പ്രശ്നവുമില്ല. പുതിയ ചന്ദനമോ കളഭമോ ഭഗവാന് ചാർത്തി കൊടുക്കണം. ഇനിയിപ്പോൾ ക്ഷേത്രത്തിൽ പോവാൻ സാധിക്കാത്തവർക്കും ഗൃഹത്തിൽ ഈ വിധം പൂജ കഴിച്ചാൽ മതിയാകും. അതിലൊന്നും ഒരു പ്രശ്നവുമില്ല, ഒരു തരത്തിലും ഭയം വേണ്ട. അപ്പൊ നമ്മുടെ ഗൃഹത്തിലെ ആ ഒരു പൂജാമുറിയിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ അടുത്തായിട്ട് നമ്മുടെ ഗൃഹത്തിലെ ആ ഒരു പ്രധാന വിളക്കൊക്കെ തെളിച്ച് വെച്ചതിന് ശേഷം ഒരു ഷഡ്കോണം വരയ്ക്കുക. ആ ഒരു ഷഡ്കോണത്തിലേക്ക് 6 വിളക്കുകൾ, അതിനിപ്പോ ഒരു മൺചിരാതുകളാണ് എങ്കിൽ പോലും യാതൊരു കുഴപ്പവുമില്ല. അതും അല്ലെങ്കിൽ നാരങ്ങ ദീപമാണ് എങ്കിൽ അതും ശുഭകരമാണ്. ഇനി നെയ്യൊഴിച്ചുള്ള വിളക്കാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ്. അപ്പൊ ഈ ഒരു ഷഡ്കോണത്തിന്റെ ആ ഒരു ചിത്രം ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഇതിൽ ഏതൊരു ചിത്രവും നിങ്ങൾക്ക് നിങ്ങളുടെ ഗൃഹത്തിൽ ആ ഒരു പൂജാമുറിയിൽ നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. കളം വരയ്ക്കുന്നതിനുള്ള കളപ്പൊടി, വെളുത്ത നിറത്തിലുള്ള കളപ്പൊടി നിങ്ങൾക്ക് മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. ഇനി അതില്ല എങ്കിൽ നിങ്ങൾക്ക് ഭസ്മം കൊണ്ടും ഈ ഒരു ഷഡ്കോണം നിങ്ങൾക്ക് തീർക്കാവുന്നതാണ്. ഷഡ്കോണുകളിലും അല്ലെങ്കിൽ 6 കോണുകളിലും ശരവണ ഭവ എന്നിങ്ങനെ സുബ്രഹ്മണ്യ സ്വാമിയുടെ അതിവിശേഷമായ ആ ഒരു മന്ത്രത്തിന്റെ ഓരോ അക്ഷരവും നമ്മൾ വിന്യസിക്കുക. ഓരോ അക്ഷരത്തിലും നമ്മൾ മുന്നേ പറഞ്ഞ പോലെയുള്ള ആ ദീപങ്ങൾ നമ്മൾ സമർപ്പിക്കുക. ഇതുപോലെ പൂജയുടെ ഭാഗമായി നമുക്ക് നമ്മുടെ പൂജാമുറിയിൽ കളങ്ങളൊക്കെ പലപ്പോഴും വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മാവ് കൊണ്ടോ പ്ലാവ് കൊണ്ടോ തീർത്തിട്ടുള്ള, മാവാണെങ്കിൽ വിശേഷം, ചെറിയ പലകയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സ്ഥിരമായിട്ട് ഈ ഒരു കോലമൊക്കെ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടും മറ്റും മാവ് കൊണ്ടുള്ള ആ ഒരു പീഠമൊക്കെ തീർത്ത് നമുക്ക് നമ്മുടെ പൂജാമുറിയിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇതിലൊന്നും യാതൊരു തെറ്റുമില്ല. ഇതൊന്നും നമുക്ക് ദോഷമായിട്ടും ഭവിക്കില്ല. ഈശ്വരീയമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മവും, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മവും നമുക്ക് ദോഷമായിട്ട് ഭവിക്കില്ല. ആരെന്തു പറഞ്ഞാലും നിങ്ങൾ ഭയപ്പെടരുത്. ഈശ്വരൻ നമ്മളെ രക്ഷിക്കുന്നവനാണ്, ഒരു തരത്തിലും ശിക്ഷിക്കുന്നയാളല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഉപയോഗിച്ച ഭസ്മം ഒരു പേപ്പറിലോ മറ്റോ സൂക്ഷിച്ച് വെക്കുമെങ്കിൽ ആ ഒരു ഭസ്മത്തിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ ശക്തിയും ചൈതന്യവും നിറഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ്. അത് എല്ലാ തരത്തിലുള്ള ദൃഷ്ടിദോഷം, കണ്ണേറ്, മറ്റുള്ളവരുടെ പ്രാക്ക് ദോഷം, ബാധാദോഷം, ശത്രുക്കളുടെ വിളിദോഷം, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിന് ഈ ഒരു ഭസ്മധാരണം നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. ഈ ഒരു ഭസ്മം ധരിച്ചുകൊണ്ട് നമ്മൾ എവിടെ ഇറങ്ങിപ്പോയാലും ആ പോകുന്നിടത്തൊക്കെ നമുക്ക് നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ തന്നെ സംഭവിക്കുള്ളൂ, ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ്. നമ്മുടെ ഗൃഹത്തിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും വയ്യായികളൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു ഭസ്മം ഒരല്പം എടുത്ത് നെറ്റിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വയ്യായികയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറിപ്പോകുന്നത് നമുക്ക് തന്നെ കണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു പൂജയുടെ ഭാഗമായിട്ട് ഭഗവാന് സമർപ്പിച്ചിരിക്കുന്ന ആ ഒരു പാല് അല്ലെങ്കിൽ ആ ഒരു നീര് അല്ലെങ്കിൽ ആ ഒരു വെള്ളമൊക്കെ നമുക്ക് പൂജയുടെ അവസാനം നമുക്ക് തന്നെ സേവിച്ചുകൊണ്ട് വ്രതം നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. മാസം തോറുമുള്ള ഈ ഒരു ഷഷ്ഠി വ്രതത്തിന് വളരെയധികം, അതായത് തുലാമാസത്തിലെ ആ ഒരു സ്കന്ധ ഷഷ്ഠി വ്രതത്തിനോളം ശക്തി ഈ ഒരു മാസ ഷഷ്ഠി വ്രതങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു മാസ ഷഷ്ഠി വ്രതങ്ങൾ നമ്മൾ ഈ പറയുന്ന രീതിയിൽ, ഇനിയിപ്പോൾ ഈ പറഞ്ഞ രീതിയിലൊന്നും അല്ല നിങ്ങൾ അനുഷ്ഠിക്കുന്നത്, നിങ്ങൾ മറ്റേതെങ്കിലും ഒരു സമ്പ്രദായം പിന്തുടരുന്നു എങ്കിൽ ഒരു ഭയവും വേണ്ട, നിങ്ങൾക്ക് ആ ഒരു സമ്പ്രദായം തന്നെ പിന്തുടരാവുന്നതാണ്. ഇതിലൊന്നും ഒരു തെറ്റുമില്ല. അപ്പോൾ ഈ ഒരു ഷഷ്ഠി വ്രതം നമ്മൾ ആചരിക്കുമെങ്കിൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും, നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹങ്ങളായിരിക്കും. ചിലർക്ക് ദാരിദ്ര്യം ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിരിക്കും, ജീവിതത്തിൽ സന്തോഷവും സുഖവും വരാനായിരിക്കും,
സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയായിരിക്കും, മികച്ച തൊഴിലിനും അതുപോലെ തന്നെ ബിസിനസ്സിലൊക്കെ ഉയർച്ച ഉണ്ടാകുന്നതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. എന്തായിരുന്നാലും നമ്മുടെ പ്രാർത്ഥന എന്തോ ആ ഒരു പ്രാർത്ഥന ഭഗവാൻ സുബ്രഹ്മണ്യൻ നേടിത്തരും, നടത്തിത്തരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു വ്രതം അനുഷ്ഠിക്കുന്നത് എങ്കിൽ ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് എന്നാണോ സാക്ഷാത്കരിക്കാൻ കഴിയുന്നത് അതുവരെ നിങ്ങൾ ഈ ഒരു വ്രതം ഇങ്ങനെ തുടർന്ന് അനുഷ്ഠിച്ചു കൊണ്ടുപോരുക. ഭഗവാനിൽ പൂർണ്ണ വിശ്വാസവും ആ ഒരു ഭക്തിയും നിലനിർത്തി ഈ ഒരു മാസഷഷ്ടി വ്രതമൊക്കെ നമ്മൾ അനുഷ്ഠിക്കുകയാണ് എങ്കിൽ ആ ഒരു ഭഗവാന്റെ പ്രത്യക്ഷമായിട്ടുള്ള അനുഗ്രഹം അല്ലെങ്കിൽ ആ ഒരു സാമീപ്യം തന്നെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ശത്രുക്കളുടെ ഒരു വേലയും നമ്മളോട് നടക്കില്ല. നമ്മുടെ ജീവിതത്തിൽ നാൾക്ക് പുരോഗതി, ഐശ്വര്യം ഇതൊക്കെ തന്നെ വന്ന് ഭവിച്ചുകൊണ്ട് വരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് മാസത്തിൽ വരുന്ന ഷഷ്ടി വ്രതം വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ അനുഷ്ഠിക്കാം എന്നതിനെക്കുറിച്ചാണ്. ഇനി നിങ്ങളുടെ അനുഷ്ഠാന രീതി മറ്റൊന്നാണ് എങ്കിൽ അതും ധൈര്യമായിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഇതൊന്നും തെറ്റുകളല്ല. പല നാട്ടിലും പല ദേശത്തും ഒക്കെ പലരും പല രീതിയിലായിരിക്കും ഈ ഒരു വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയ ആ ഒരു രീതിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.